ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. ഒരു മാർവൽ ആരാധകനായ ഞാൻ 2019 ഇൻഫിനിറ്റി വാറിന് ശേഷം കാത്തിരുന്നൊരു ചിത്രം. വിഷയം വേറൊന്നുമല്ല, 2019 ശേഷം ഫേസ് 4 ആയിക്കോട്ടെ, ഫേസ് 5 ആയിക്കോട്ടെ, നിരാശയുടെ ഒരു കാഴ്ചകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇൻഫിനിറ്റി വാർ ഫിനിഷ് ചെയ്ത ഒരു പീക്ക് ലെവൽ ഇമോഷൻസിൽ നിന്നും അതിനുശേഷം ഇറങ്ങിയ ചിത്രങ്ങൾ ഏതാണ്ട് പ്രേക്ഷകനെ കബളിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. എന്താ പറയുക, അവരുടെ കൺസെപ്റ്റിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ, കൺസെപ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുത്തി നിറച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം വർഷങ്ങളായിട്ട് ഹീറോയിക്കായിട്ട് നമ്മൾ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ ഹീറോയിക്കായിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടിരുന്ന ക്യാരക്ടേഴ്സിനെ, ആ സ്റ്റോറീസിനെ വെറും ഒരുമാതിരി കോമഡി ആക്കിക്കൊണ്ട് പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അവർ ചിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. എക്സെപ്ഷണൽ ചിത്രങ്ങളില്ല എന്നല്ല, നോവേ ഹോം പോലുള്ള ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, അതും നല്ല ചിത്രങ്ങളായിരുന്നു. എന്നിരുന്നാലും മെജോറിറ്റി ഓഫ് ചിത്രങ്ങളായിക്കോട്ടെ, ലോക്കി സീരീസ് നല്ലതായിട്ടുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ മാറ്റി നിർത്തിയാൽ മെജോറിറ്റി ഓഫ് ചിത്രങ്ങളായിക്കോട്ടെ, മെജോറിറ്റി ഓഫ് സീരീസുകളായിക്കോട്ടെ മതമായിരുന്നു, ശരിക്കും മതം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു എന്താ പറയുക, തിരിച്ച് വരവുണ്ടാവുക ഉറപ്പായിട്ടും ഡെഡ്പൂളിൽ കൂടി ആയിരിക്കും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. കാരണം ഡെഡ്പൂൾ ക്യാരക്ടർ ഇറ്റ്സെൽഫ് നമ്മളോട് സംബന്ധിച്ച്, നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി ഇത്രയും കാലം നിന്നൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. മാർവൽ സിനിമാസിലെ ഫോർത്ത് വാൾ കൺസെപ്റ്റില് പ്രേക്ഷകനോട് സംവദിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഡെഡ്പൂള്. അപ്പം മാർവൽ മസിഹയായിട്ട്, മാർവൽ ജീസസ് ആയിട്ട് ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിൽ അവതരിച്ചിരിക്കുകയാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ആയ വോൾവറിന്റെ തിരിച്ചു വരവാണ് ഈ ചിത്രം. ഡെഡ്പൂൾ വോൾവറിനെ തിരിച്ചു കൊണ്ടുവരുന്നു. കൂടാതെ ഒരുപാട് എക്സ്മെൻ ക്യാരക്ടേഴ്സ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇൻഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിത്രത്തിലൂടെ സാധിക്കുന്നുണ്ട്. കാര്യം ഈ എക്സ്മെൻ കഥാപാത്രങ്ങളെ MCUയിലോട്ട് എങ്ങനെ കൊണ്ടുവരുമെന്നൊരു സന്ദേഹം എനിക്കുണ്ടായിരുന്നു. അതിനൊരു നല്ലൊരു കൺസെപ്റ്റിലൂടെ ഈ ചിത്രം അത് സാധൂകരിക്കുന്നുണ്ട്. അവരെ ഇതിലോട്ട് ഇൻഡക്ട് ചെയ്യുന്നുണ്ട്, MCUയിലോട്ട് ഇൻഡക്ട് ചെയ്യുന്ന ഫ്യൂച്ചർ മൂവീസിൽ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. MCU എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിന്ന് നമ്മൾ കരുതുന്ന MCU എന്തായാലും തിരിച്ചു വരുന്ന കുറച്ച് നാളായിട്ട്, കുറച്ച് ചിത്രങ്ങളായിട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ VFX ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺ ആവുന്നുണ്ടായിരുന്നു. ആ കുറ്റങ്ങളും കുറവുകളെല്ലാം ഈ ചിത്രത്തിൽ മാറ്റി കറക്റ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ വയലൻസിന്റെ അതിപ്രസരം തന്നെയാണ് ഈ ചിത്രം. ഇതുവരെ ഇറങ്ങിയ മാർവൽ സിനിമാസിലൊന്നും ഇത്രയും വയലൻസിന്റെ അതിപ്രസരമുള്ള സിനിമ ഇറങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. A സർട്ടിഫൈഡ് ആണ് ചിത്രം. ഇതുവരെയുള്ള മാർവൽ സിനിമാസെല്ലാം തന്നെ UA സർട്ടിഫൈഡ് ആയിരുന്നു. ഡെഡ്പൂളിന്റെ കട്ടാന ആയിക്കോട്ടെ, വോൾവറിന്റെ ക്ലോസ് ആയിക്കോട്ടെ, അത് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് ഇത്. അവിടെ ഫൈറ്റൊക്കെ ആയിക്കോട്ടെ വേറെ ലെവലായിരുന്നു. ആ വെപ്പൺസ് യൂസ് ചെയ്തുകൊണ്ട്, അവരുടെ വെപ്പൺസ് യൂസ് ചെയ്തുകൊണ്ടുള്ള, ഇതിനു മുമ്പൊക്കെ ചുമ്മാ തൂക്കിക്കൊണ്ട് നടക്കുകയെന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഇത് ഈ പടത്തിൽ വെപ്പൺ കൊണ്ടുള്ള കളി അന്യായമായിരുന്നു. അവരെ രസം എന്നുള്ള ഫൈറ്റ് തന്നെ സൂപ്പറായിരുന്നു. എന്തായാലും നിങ്ങളൊരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആരാധകനായിരുന്നെങ്കിൽ, മാർവൽ കഥാപാത്രങ്ങളുടെ ആരാധകനാണെങ്കിൽ, ഡെഡ്പൂളിന്റെ ആരാധകനാണെങ്കിൽ, ചൈൽഡ്ഹുഡിൽ വോൾവറിന്റെ ആരാധകനാണെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട ചിത്രമാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. അതിന് ഒരുപാട് കാമിയോസ് ചിത്രത്തിലുണ്ട്, ഒരുപാട് കാമിയോസ്. പണ്ടെങ്കിലും കണ്ടുപോകുന്ന കഥാപാത്രം, കാര്യം ഈ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടുപോകുന്ന ആ കഥാപാത്രം, ആ സീരീസിൽ വന്ന ആ കഥാപാത്രം എങ്ങനെയാണ് MCUയിലേക്ക് കൊണ്ടുവരിക, എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനെ നൈസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ്റെ തുടർ ചിത്രങ്ങൾ, സ്റ്റാൻഡ് അലോൺ മൂവി വരുന്നുണ്ട്, അതൊക്കെ വേറെ ലെവൽ തന്നെയായിരിക്കും. അപ്പം പോരാത്തതിന് നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിരുന്നു ഇത് വില്ലൻ ദുർബലനായിക്കൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് ആയ വില്ലന്മാരെ എത്തിക്കുക എന്നുള്ളത് സിനിമയുടെ കഥാഗതിക്ക് മുൻപോട്ടുള്ള അത്യാവശ്യമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സ്ട്രോങ്ങസ്റ്റ് വില്ലനെയും കൂടി ഈ സിനിമയിലേക്ക് ഇൻഡക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കണ്ടാസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ.